വിദ്യ, അതായത് നമുക്ക് അറിവ് നേടാൻ വേണ്ടിയിട്ടുള്ള അർച്ചനയാണ്. ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അറിവ് കിട്ടുള്ളൂ. അപ്പം അതിന് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്ക് ശ്രദ്ധ ലഭിക്കണമെങ്കിൽ രണ്ട് തരത്തിൽ ശുദ്ധി വേണം അല്ലേ. ഒന്ന് ആന്തരിക ശുദ്ധി, ബാഹ്യശുദ്ധി. ബാഹ്യശുദ്ധി നമുക്ക് സോപ്പോ അല്ലെങ്കിൽ മറ്റു സാധനങ്ങളോ ഒക്കെ തേച്ച് കുടിച്ചാൽ ബാഹ്യശുദ്ധി നമുക്ക് കിട്ടും. അത് നമ്മളെല്ലാം ചെയ്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആന്തരിക ശുദ്ധി എല്ലാവർക്കും ഉണ്ട് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കേണ്ടത്. പക്ഷെ നമ്മൾ പ്രത്യേക കർമ്മം ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ട് നമുക്ക് അതിലേക്ക് ശ്രദ്ധ കിട്ടണമെന്നുണ്ടെങ്കിൽ ആന്തരിക ശുദ്ധി വേണം. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്ന വേണം. അപ്പോൾ ആ ചെയ്യുകയെന്ന് പറഞ്ഞാൽ മനസ്സിനെ ശാന്തമാക്കുക എന്നുള്ളതാണ്. മനസ്സിനെ ശാന്തമാക്കാൻ ഇവിടെ ചെറിയ കുട്ടികളായതുകൊണ്ട് പ്രാണായാമം ഒന്നും പറയണില്ല. കാരണം ചിലർക്ക് ചെയ്യാൻ ചിലപ്പോൾ ശീലം ഉണ്ടാവും. എങ്കിലും പതുക്കെ മൂക്കിലൂടെ 2 ദ്വാരങ്ങളിലൂടെ ശ്വാസം വലിച്ചെടുത്തിട്ട് അത് വായിൽ കൂടെ പതുക്കെ ചെയ്താൽ മതി. ശ്രദ്ധ കിട്ടാൻ വേണ്ടി അത് മാത്രം ചെയ്യും. ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്തോളൂ. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ശാന്തത കിട്ടും, മനസ്സിന് ശാന്തത കിട്ടും. അതായത് ആന്തരിക ശുദ്ധി. നമ്മൾ ഏത് കർമ്മം ചെയ്യണതും മനസ്സിൻ്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് അല്ലേ. പിടിച്ചു വയ്ക്കാൻ സാധിക്കാത്ത ഒരു സാധനമാണ് മനസ്സ്. അതിനെ എങ്ങനെ നിലനിർത്തിക്കൊണ്ട് ഒരു അർച്ചന ചെയ്യാം. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചെറുതായിട്ടെങ്കിലും ശ്വാസത്തെ ഒന്ന് നിയന്ത്രിക്കാൻ പറഞ്ഞത്. അത് കഴിഞ്ഞതിന് ശേഷം വിളക്കിലേക്ക് ഒരു 2 മിനിറ്റ് പറയും. എപ്പോഴാണ് നിർത്തേണ്ടത് വെച്ചാൽ പറയും. പൂർണ്ണമായിട്ട് കണ്ണ് അടയ്ക്കരുത്, പൂർണ്ണമായിട്ട് തുറക്കും ചെയ്യരുത്. അതിലേക്ക് മാത്രം നോക്കി ശ്രദ്ധിച്ചിരിക്കുക, ശാന്തമായിട്ടിരിക്കുക. ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നടു നോർന്നിരിക്കുക. ഒന്നും കൂടി ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത് സ്വസ്തികാസനത്തിലാണ്. സ്വസ്തികാസനം എന്ന് പറഞ്ഞാൽ ചമ്രം പിടിഞ്ഞിരിക്കുന്നതിനാണ് സ്വസ്തികാസനം എന്ന് പറയുക. ആ രീതിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഋചുകായസം അഭ്യസേൻ എന്ന് പറയുന്നുണ്ട് ഭാഗവതത്തിൽ. ശരീരം നിവർന്നിരുന്നിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. ശ്രദ്ധ അതിലേക്ക് കൊടുക്കുക. പതുക്കെ പോകുന്ന ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. നാസാഗ്രാവലോകനം. നാസത്തിൻ്റെ മൂക്കിൻ്റെ അഗ്രത്തിലേക്ക് നോക്കിക്കൊണ്ട് പതുക്കെ നോക്കിയിരിക്കുക. അപ്പോൾ മനസ്സ് ശാന്തമായിട്ട്